സുജിത്തിനെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോയി എന്ന് മാത്രമല്ല, പീഡിപ്പിച്ചു എന്ന് മാത്രമല്ല, മദ്യപിക്കാത്ത സുജിത്ത് കൂട്ടം ചേർന്നിരുന്ന് മദ്യപിക്കുകയായിരുന്നു എന്ന് പറഞ്ഞ് കള്ളക്കേസ് എടുത്തു. സുജിത്തിനെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയ സമയത്ത്, മെഡിക്കൽ ചെക്കപ്പ് നടത്തിയ സമയത്ത് അദ്ദേഹം മദ്യപിച്ചിട്ടില്ല എന്ന് തെളിഞ്ഞു. മജിസ്ട്രേറ്റിന്റെ മുന്നിൽ കൊണ്ടുപോയപ്പോ മജിസ്ട്രേറ്റിന് മനസ്സിലായി ക്രൂരമായ മർദ്ദനത്തിന് സുജിത്ത് വിധേയനായി എന്ന് മനസ്സിലായി. അങ്ങനെ കോടതി നേരിട്ടത് കേസെടുക്കാൻ ആവശ്യപ്പെട്ടു. ജാമ്യം കൊടുത്ത് വിടുകയാണ് ചെയ്തത്. നോക്കൂ, രാത്രി വീട്ടിൽ കിടന്നുറങ്ങിയിരുന്ന ഒരു പാവപ്പെട്ട പൂജാരിയായിട്ടുള്ള ഒരു യുവ പൊതുപ്രവർത്തകൻ നാട്ടിൽ നടന്നിട്ടുള്ള ഒരു അന്യായം ചോദ്യം ചെയ്തു എന്നുള്ളതിന്റെ പേരിൽ അയാളെ പിടിച്ചുകൊണ്ടുപോയി ക്രൂരമായി മർദ്ദിക്കുക മാത്രമല്ല, മർദ്ദിച്ച ശേഷം അയാൾ പുറത്തിറങ്ങാത്ത വണ്ണം അയാളുടെ പേരിൽ കള്ള കേസുകൾ എടുത്ത് അയാളെ ജയിലിലടയ്ക്കാൻ വേണ്ടി അങ്ങേയറ്റം ക്രൂരമായ സമീപനം കുന്നംകുളത്തെ പോലീസ് സ്വീകരിച്ചു എന്നുള്ളതാണ് കേരളത്തിലെ ജനങ്ങളെ ഇരുത്തി ചിന്തിപ്പിക്കുന്നത്. ഇത് കേവലം കുന്നംകുളത്ത് മാത്രം നടന്ന സംഭവം.